തെരഞ്ഞെടുപ്പുകൾ രാഷ്ട്രീയതരമാക്കുക എന്നതാണ് UDF രീതി. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടേണ്ട മൗലിക വിഷയങ്ങളുടെ പുറത്ത് ചില വിവാദ വിഷയങ്ങൾ രൂപീകരിക്കാനാവും നോക്കുക, അതിന് ചുറ്റും ചർച്ച നടത്തുക. ആ ഒരു ശൈലിയാണ് സാധാരണ UDF സ്വീകരിച്ചു പോരാറുള്ളത്. അത് അംഗീകരിക്കപ്പെടുന്നില്ല എന്നത് തന്നെയാണ്. നിലമ്പൂർ അതിൻ്റെ എല്ലാ കാലത്തും സെക്കുലർ നമ്മുടെ കാലത്തിൻ്റെ മുമ്പേ സഞ്ചരിച്ച സാധാരണക്കാരനാണ്. ഇപ്പോൾ കലാകാരന്മാർ സാധാരണ നമ്മളൊരു ഉന്നത അക്കാദമിക് ബിരുദങ്ങൾ, സർവകലാശാലകൾ അവിടുന്ന് രൂപപ്പെടുക. എന്നാൽ തെരുവിൽ നിന്നും തൊഴിലാളികൾക്കിടയിൽ നിന്നും ഏറ്റവും കൂടുതൽ കലാകാരന്മാരുണ്ടായ ഒരു നാടാണ് നിലമ്പൂർ. അവരുടെ കലാസൃഷ്ടികൾ കാലാതീതമായി തന്നെ സ്വീകരിക്കപ്പെട്ട നാടാണ്. ആ ഒരു സെക്കുലർ പൈതൃകത്തിൻ്റെ ആ നിലയിലുള്ള സൗന്ദര്യാത്മകതയുടെ കലാസാംസ്കാരിക മേഖലയിലെ സൗന്ദര്യാത്മക മുന്നേറ്റത്തിൻ്റെ ഒക്കെ പശ്ചാത്തലമുള്ള നിലമ്പൂർ എല്ലാ വിഭാഗത്തിലും ഉത്പതിഷ്ണുത്വം എപ്പോഴും കാണിച്ചിട്ടില്ല. അത് ഹിന്ദുവായാലും മുസ്ലിമായാലും മറ്റിതര ജനവിഭാഗങ്ങളായാലും വലിയ ഉത്പതിഷ്ണുത്വത്തിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് അതിൻ്റെ സെക്കുലർ മനോഭാവം ഏറ്റവും ദാർഢ്യമേറിയ ഒന്നാക്കി ഉയർത്തിപ്പിടിച്ചുകൊണ്ടിനായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലും നിലമ്പൂർ വിധി എഴുതുക. അത് ഗോവിന്ദന്മാർ ഒരിക്കലും വർഗീയ ശക്തികളെ ശക്തിപ്പെടുത്തുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നും പറയില്ല, അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അദ്ദേഹം തന്നെ വ്യക്തമാക്കിയല്ലോ. അതൊക്കെ അതാണ് ചോദ്യം. വിവാദ സാധ്യതകളിൽ ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല, അതാണ് കാര്യം. മറ്റതൊക്കെ ഞങ്ങൾ CPM-ന് എപ്പോഴും ഇടതുപക്ഷത്തിനെപ്പോഴും വ്യക്തതയുള്ള രാഷ്ട്രീയ നിലപാടുകളുണ്ട്. രാഷ്ട്രീയ നിലപാടുകളുടെ അടിത്തറ സാധാരണക്കാരായ മനുഷ്യൻ്റെ ജീവിത താല്പര്യങ്ങളാണ്. ഞങ്ങളുടെ ഏത് രാഷ്ട്രീയ നിലപാടിലും സ്വാർത്ഥ താല്പര്യമില്ല, വ്യക്തി താല്പര്യമില്ല. അതൊക്കെ നമ്മുടെ സമൂഹ താല്പര്യത്തെയാണ് പ്രതിനിധാനം ചെയ്യുക. സമൂഹത്തിലെ സാധാരണ മനുഷ്യന് പ്രയാസമുണ്ടാക്കുന്ന ഘടകങ്ങൾ ശക്തിപ്പെടാതിരിക്കാനുള്ള താല്പര്യത്തോടു കൂടിയാണ് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളെ ഞങ്ങൾ തയ്യാറാക്കുന്നത്. ഇവിടെ ഒരു ഘട്ടത്തിലും ഒരുതരം വർഗീയതയുമായുള്ള സൗഹൃദത്തിലൂടെ രാഷ്ട്രീയ ലാഭമുണ്ടാക്കുന്ന പ്രവർത്തന ശൈലി ഇടതുപക്ഷം സ്വീകരിച്ചിട്ടില്ല. അത് വസ്തുതയാണ്. ചരിത്രത്തിൽ നിങ്ങൾക്കത് കാണാൻ കഴിയില്ല. ഏത് തീരുമാനം എടുക്കുമ്പോഴും ഞങ്ങൾ നന്നായി സൂക്ഷിക്കും. എപ്പോഴും ഒരു കാര്യം ഉറപ്പാക്കിയിട്ടുണ്ട്, ഇടതുപക്ഷ രാഷ്ട്രീയ നിലപാടുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ഘട്ടത്തിലും ഒരു വർഗീയതയും ശക്തിപ്പെടുത്തുന്ന നിലപാട് ഇടതുപക്ഷം സ്വീകരിച്ചിട്ടില്ല. 1977 തന്നെ, അന്ന് ജനതാ പാർട്ടിയാണല്ലോ നമ്മുടെ നാട്ടിൽ. ജനതാ പാർട്ടിയുള്ള സന്ദർഭത്തിൽ ഞങ്ങളുടെ നിലപാടെന്താ? എങ്ങനെയാണ് ജനതാ പാർട്ടി വന്നത്? ജനതാ പാർട്ടിയിൽ സംഘടനാ കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു, അന്നത്തെ ജനസംഘക്കാരുണ്ടായിരുന്നു, സോഷ്യലിസ്റ്റുകാരുണ്ടായിരുന്നു, സ്വതന്ത്ര പാർട്ടിക്കാരുണ്ടായിരുന്നു. ഇവരെല്ലാം ചേർന്നൊരു പാർട്ടിയാവാ അടിയന്തരാവസ്ഥ കാലം. കമ്മ്യൂണിസ്റ്റുകാരെയും കൂട്ടാമെന്ന് അവരവരുണ്ട്. ഞങ്ങളുടെ നിലപാടെന്തായിരുന്നു? RSS അതിനകത്തുണ്ട് എന്ന ഒറ്റ കാരണത്താൽ അത്തരം രാഷ്ട്രീയ കൂട്ടായ്മയിൽ പങ്കെടുത്തില്ല ഇടതുപക്ഷം. അതാ ഇടതുപക്ഷം നിലപാട്. അങ്ങനെയുണ്ടായിരുന്നു. 1989 VP സിംഗ് ഗവൺമെൻറ് ഉണ്ടാക്കിയില്ലേ? ഞങ്ങളെ മന്ത്രിസഭയിലേക്ക് ക്ഷണിച്ചു. ഞങ്ങൾക്ക് ഒറ്റ കണ്ടീഷൻ ഉണ്ടായിരുന്നു. EMS പറഞ്ഞു, ഞങ്ങൾ മന്ത്രിസഭയിലേക്ക് BJP-യെയും ആ മന്ത്രിസഭയിൽ ഉൾക്കൊള്ളിക്കാൻ പാടില്ല. ശരിയായ നിലപാടില്ലേ? നമ്മുടെ നാട്ടിൽ ശക്തമായ സോഷ്യലിസ്റ്റ് അടിത്തറയുള്ള പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു. അത് ജയപ്രകാശ് നാരായൺ ജീവിച്ചിരിക്കുന്ന കാലത്താണ്. അവർ RSS-മായി സഹകരിക്കാൻ സന്നദ്ധമായപ്പോൾ ഞങ്ങൾ നൽകിയ മുന്നറിയിപ്പ് എന്താ? ആ സഹകരണം നമ്മുടെ സമൂഹഘടനയിലെ പുരോഗമന രാഷ്ട്രീയത്തെയാണ് ദുർബലപ്പെടുത്തുക.
അതുപയോഗിച്ച് ഹിന്ദു വർഗീയത ശക്തിപ്പെടും. ആ ജാഗ്രതയോടുകൂടിയല്ലാതെ ഒരു സന്ദർഭത്തിലും ഹിന്ദു വർഗീയത ശക്തിപ്പെട്ടാൽ ഇന്ത്യ രാജ്യത്തുണ്ടാകുന്ന ആപത്തിനെക്കുറിച്ച്, അതുണ്ടാക്കാൻ പോകുന്ന അപകടകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എപ്പോഴും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള പാർട്ടിയാണ് ഇടതുപക്ഷം. ഞങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെയല്ല സമൂഹത്തെ കണ്ടിട്ടുള്ളത്. സമൂഹത്തിലെ എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട അതിസാധാരണക്കാരനായ മനുഷ്യനെ ഒരുമിപ്പിക്കുക എന്ന രാഷ്ട്രീയ നിലപാടാണ് എല്ലാ കാലത്തും CPM സ്വീകരിച്ചിട്ടുള്ളത്. അത് എല്ലാ മതവുമായും ബഹുമാനപൂർവമായ നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ ഹിന്ദു വിരുദ്ധമെന്നോ മുസ്ലിം വിരുദ്ധമെന്നോ ക്രിസ്ത്യൻ വിരുദ്ധമെന്നോ ഉള്ള നിലപാട് ഞങ്ങൾക്കില്ല. എല്ലാ മതത്തിൻ്റെയും ആളുകൾ അതിൽ ആ മതത്തിൽപ്പെട്ടവർ അവരിൽ മഹാഭൂരിപക്ഷവും സാധാരണക്കാരാണ്. അതുകൊണ്ട് ആ സാധാരണക്കാരെയാണ് ഞങ്ങൾ കാണുക. മതാധിഷ്ഠിത വീക്ഷണത്തിലൂടെയല്ല, എല്ലാ മതത്തിലും പെട്ട പാവപ്പെട്ടവരെ ഒന്നിപ്പിക്കുക എന്ന രാഷ്ട്രീയ നിലപാടാണ് ഞങ്ങളുടേത്. അതിൽ സാമ്പത്തികമായി താഴേക്കിടയിലുള്ളവരുടെ ഉന്നമനത്തിനുതകുന്ന പ്രതിരോധ പ്രക്ഷോഭ പ്രവർത്തനങ്ങൾ നടത്തലാണ് ഞങ്ങളുടെ സാധാരണ രാഷ്ട്രീയ സമീപനം. ഒരിക്കലും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട്, ഒന്നിനോടും സമരസപ്പെടാനോ അതിൽ നിന്ന് എന്തെങ്കിലും രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനോ ഞങ്ങൾ ശ്രമിക്കാറില്ല.